അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ആളുകൾക്കും സ്വാഗതം. കവചപ്രാശം ഇത് നമ്മുടെ എല്ലാ ആളുകൾക്കും ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മളെ കുടുംബത്തിന് സേഫാക്കാൻ പറ്റുന്ന, കുടുംബത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് ഇത്. ദിവസവും നമ്മളെ വീട്ടിലുള്ള എല്ലാ ആളുകളും ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റ് തന്നെയാണ്. മാറ്റി നിർത്തേണ്ടതല്ല, ചേർത്ത് നിർത്തേണ്ട ഒരു ഉൽപ്പന്നമാണ്. അതായത് ഒരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനാവുന്നത് അദ്ദേഹം ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടും പൂർണ്ണനാവുമ്പോഴാണ് ഒരു ആരോഗ്യവാൻ എന്ന് പറയുന്നത്. ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ ആയു പ്ലസ് വേദം, ജീവിതത്തിൻ്റെ ശാസ്ത്രം എന്നാണ്. ആയു എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ്, ജീവൻ എന്നാണ്, വേദം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നാണ്. അപ്പം ജീവിതത്തിൻ്റെ ശാസ്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ ആയുർവേദം എന്ന് പറയുന്നത്. ശരിക്കും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ പുറകോട്ടൊന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊന്ന് കുറേ കൂടുതൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. സത്യയുഗം, ഈ സമയത്ത് ധർമ്മം ഭരിച്ചു, മനുഷ്യൻ്റെ ഉയരം 21 മുഴമായിരുന്നു. അതൊന്നും നോക്കണ്ട, ഇവിടെ കൊടുത്തിട്ടുള്ളത് 1,00,000 വർഷമായിരുന്നു ഒരു മനുഷ്യൻ്റെ ആയുസ് എന്നാണ് ശരാശരി. സത്യയുഗം എന്നാണ്. ഇത് നമുക്കറിയാത്ത കാലഘട്ടമാണ്. നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാണ്ടിരിക്കാം. രണ്ടാമത്തൊരു കാലമാണ് ത്രേതായുഗം. ഈ യുഗത്തിൽ മനുഷ്യൻ്റെ ഹൈറ്റ് കുറഞ്ഞു, അതോടൊപ്പം തന്നെ 10-1 കുറഞ്ഞു. 10,000 വർഷമായി ഒരു മനുഷ്യൻ്റെ ആയുസ്. ഇതും നമ്മൾ വിശ്വസിക്കണമെന്നില്ല, വിശ്വസിക്കണം അത്യാവശ്യമില്ല, ഇത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അടുത്തൊരു ദ്വാപരയുഗം. ഇത് പുണ്യവും പാവവും തുല്യ പകുതികളായിട്ടാണ് ഉണ്ടായിരുന്നത്. മനുഷ്യൻ്റെ ഉയരം കുറഞ്ഞു, 7 മുഴമായി. അതോടൊപ്പം തന്നെ ഒരു 10-1 കുറഞ്ഞു. 1000 വർഷമായിട്ട് കുറഞ്ഞു മനുഷ്യൻ്റെ ആയുസ് എന്നുള്ളതാണ്. അടുത്തതാണ് കലിയുഗം. ഈ യുഗത്തിന് മനുഷ്യൻ്റെ ശരാശരി ആയുസ് ഏകദേശം 100 വർഷം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഏകദേശം നമ്മൾ പറയും നമ്മൾ കലിയുഗത്തിലാണ് എന്നൊക്കെ. എന്നാലും നമുക്ക് ഏകദേശം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു 50 മുതൽ 100 വയസ്സ് വരെ എന്ന് നമുക്ക് കണക്കാക്കാം. അത് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ കാണുന്നുണ്ട് 100 വയസ്സിന് മുകളിൽ 120 വയസ്സിലൊക്കെ നല്ല ഇത്. അപ്പോൾ നമ്മൾ പറയും അവരൊക്കെ പണ്ട് നല്ല ഭക്ഷണം കഴിച്ച ആളുകളാണെന്നൊക്കെ പറയും നമ്മൾ, അല്ലേ? ഓരോ ആളുകളുടെ അല്ല മനുഷ്യൻ്റെയും ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? വലുപ്പത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, ആയുസിൻ്റെ അല്ലെങ്കിൽ വർഷത്തിലുള്ള മാറ്റങ്ങൾ. ഇതിന് കാരണം നമ്മുടെ നിത്യജീവിതത്തിലുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് കാരണമാകുന്നത്. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു ജീവിതശൈലി അസുഖം ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് ഈ രീതിയിലുള്ള ആയുസ് വർഷത്തിൽ കുറവ് സംഭവിക്കാനുള്ള കാരണം ജീവിതശൈലി, അതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. നമ്മൾ തന്നെയാണ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ശരീരത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല തെറ്റായ കാര്യങ്ങളാണ് എന്ന് തന്നെ പറയാം. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മളെ കുടുംബമാണെന്ന് വിചാരിക്കുക, ഭാര്യ, മക്കൾ, ആ രീതിയിൽ നമ്മളൊരു കുടുംബമാണെന്ന് വിചാരിക്കുക. ഇത് നമ്മളെ ഫേസിലേക്ക് കൊണ്ടുവരിക, ഇത് നമ്മളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഏറ്റവും കൂടുതൽ ആരെയാണ് സ്നേഹിക്കുന്നത്? ഇതിലാരാണ് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നത്? ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ജനിക്കുമ്പോൾ, അല്ലേ, നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ ആരാണ് ഉണ്ടാവുന്നത്? എൻ്റെ ജനനസ്ഥിതി ഇതാണ്, 11/2/1979. ജനിക്കുന്ന ഡേറ്റ് നമുക്ക് പെട്ടെന്ന് അറിയാം, എന്നാൽ മരണത്തിൻ്റെ ഡേറ്റ് നമുക്ക് പറയാൻ പറ്റുമോ? അത് നമ്മളെ കയ്യിലല്ല, അത് നമ്മളെ കയ്യിലിരിപ്പിൻ്റെ ഗുണമാണ്. അത് നമുക്കറിയാം. ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, നമുക്ക് പേടിയുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, പക്ഷെ ആർക്കും മരിക്കാൻ ആരും തയ്യാറല്ല, അല്ലേ? സ്വർഗത്തിൽ എല്ലാവർക്കും പോകണം, പക്ഷെ മരിക്കാൻ ആരും തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ജനനത്തിനും ഈ മരണത്തിനും നടുവിൽ, അതായത് ജനനം എന്ന് പറഞ്ഞാൽ ബർത്താണ്, മരണം എന്ന് പറഞ്ഞാൽ ഡെത്താണ്.
നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളെ ബിസിനസ്സിൽ പറയുന്ന കാര്യമാണ് ABCD: ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, കമ്മിറ്റ്മെൻറ്റ്, ഡ്യൂപ്ലിക്കേഷൻ. നമ്മളെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമാണ്. എന്നാൽ ജീവിതത്തിലും ഉണ്ട് ആറ്റിറ്റ്യൂഡ്, ബെർത്ത്, ചോയ്സ്, ഡെത്ത്. ഈ ചോയ്സ് എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ റിച്ച് ആവാനും പൂറാവാനും ഒക്കെ ഇത് തന്നെയാണ്, നമ്മുടെ ചോയ്സാണ്. ഒരു മനുഷ്യൻ എങ്ങോട്ടാണോ നോക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ചോയ്സ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. ചിലപ്പം പാരമ്പര്യമായിട്ടും അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ, അങ്ങനെ ഒരു വ്യക്തി എന്താണോ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലേക്ക്, അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് കയറുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിത ശരിയായിട്ട് മാറുന്നത്, അവിടെയാണ് അദ്ദേഹത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ മാറ്റിമറിക്കാൻ ശക്തമായ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നാണ്. തീരുമാനങ്ങളിലൂടെയാണ് നമ്മളെ ചോയ്സ് രൂപപ്പെടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, കമ്മിറ്റ്മെൻറ്റ്, ഡ്യൂപ്ലിക്കേഷൻ. നമ്മുടെ ബിസിനസ്സിൽ ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് വലിയ മാറ്റങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തമായ തീരുമാനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ്? നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ നല്ല മനസ്സുണ്ടാവുമെന്ന് പറയും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. നല്ല മനസ്സുള്ള ശരീരത്തിലെ നല്ല ഉയർച്ച ഉണ്ടാവുമെന്നും പറയും. ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ കണ്ടിട്ടില്ലേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്. പക്ഷേ ഇത് ബാലൻസ് ചെയ്യണം. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ നശിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ ഈ കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മളെ ചോയ്സാണ്. നമ്മളെന്ന വ്യക്തി നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു, അവിടുന്നാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത്. ഏറ്റവും വലിയ പ്രശ്നമാണ് ഇന്ന് സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ. സ്ട്രെസ്സിൻ്റെ കാര്യം ഞാൻ പറയേണ്ട, നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം. സ്ട്രെസ്സ് ഇന്ന് വലിയൊരു വിഷയം തന്നെയാണ്. നമ്മളെ എന്താ പറയുക, തല മുതൽ പാദം വരെ എന്ന് പറയാം, സ്ട്രെസ്സ് കൊണ്ട് നമുക്ക് പല അസുഖങ്ങളും വരുന്നുണ്ട്. ഈ കാണിച്ചിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും നമ്മൾ വിചാരിക്കും നമുക്ക് വയറ് സംബന്ധമായ പ്രശ്നങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെന്തോ പ്രശ്നമാണ്. എന്നാൽ ഒരു 30% നമ്മുടെ സ്ട്രെസ്സ് മൂലമാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. ആയുർവേദം അനുസരിച്ച് മനുഷ്യ ശരീരത്തെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കാൻ ത്രിദോഷങ്ങൾ, നമുക്കറിയാം അല്ലേ, ത്രിദോഷങ്ങളാണ്. ത്രിദോഷങ്ങൾ പറഞ്ഞാൽ എന്താണ്? ഈ ത്രിദോഷങ്ങളുടെ ഫലപ്രദമായ കൂടിച്ചേരലാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതായത് ശരീരം ആരോഗ്യമായി തുടരാൻ 3 ദോഷങ്ങൾ തമ്മിലുള്ള പൊരുത്തം പ്രധാനമാണ് എന്ന് പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഈ 3 ദോഷങ്ങൾ ഇവയൊക്കെയാണ്: വാതം, പിത്തം, കഫം. ഇവയിൽ ഏതെങ്കിലും അവസ്ഥയുടെ ഏറ്റക്കുറച്ചിലാണ് രോഗങ്ങളായിട്ട് കാണുന്നത്. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ നോക്കുന്നത് എന്താണ്? നമ്മളെ വ്യായാമം, ഭക്ഷണ രീതി, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് ഭയങ്കര പ്രശ്നമാണ്. ഈ സീരിയൽ കാണുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുന്ന പ്രശ്നങ്ങളുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിയാൽ മതി. എന്തുകൊണ്ട് നമുക്ക് ദേഷ്യം പിടിക്കുന്നു, എന്തുകൊണ്ട് നമുക്ക് സന്തോഷം വരുന്നു, അങ്ങനെ ഓരോ സ്റ്റെപ്പുകളും നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ കാണാം. സ്ട്രെസ്സ് ഒരു വലിയൊരു കാരണം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ എന്നുള്ളതാണ്. രണ്ടാമത്തത് പോഷകാഹാരക്കുറവ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, വയറിന് ആവശ്യമായിട്ടുള്ള, നാവിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പല സമയങ്ങളിൽ ഞാൻ പോലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഭക്ഷണത്തിന് കൃത്യമായിട്ടും കണ്ട് തൊട്ട് നമ്മൾ അതിനെ ആസ്വദിച്ച് വേണം കഴിക്കണം എന്നാണ്. നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും നോക്കിയാൽ നമ്മുടെ കയ്യിൽ മൊബൈലാണ് ഉണ്ടാവുക. അപ്പം നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടുള്ള ഒരു ആരോഗ്യം കിട്ടാതെ വരികയാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാവിൻ്റെ രുചിക്ക് വേണ്ടിയിട്ടോ വയറ് ഫുള്ളാക്കാൻ വേണ്ടിയിട്ടോ അല്ല ഭക്ഷണം കഴിക്കേണ്ടത്. ശരീരത്തിന് പോഷകം കിട്ടുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇത് നമ്മൾ ഇന്ന് കഴിക്കുന്നുണ്ടോ? അതിൻ്റെ അഭാവം ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് ബോധവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് പോഷകാഹാരത്തിനെ കുറിച്ചിട്ട്, നല്ല ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ
ഒരുപാട് ബോധവൽക്കരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതേ പ്രവൃത്തി നമ്മളൊരു എന്താ പറയുക വെൽനസ് എന്നുള്ള രീതിയിൽ നമ്മളെ ഭാഗത്തുനിന്നും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമതൊരു കാര്യമാണ് അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം ഇന്ന് നമ്മൾ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മദ്യം, മയക്കുമരുന്ന്, പുകവലി ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്യം, മയക്കുമരുന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ബുക്കുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ എന്താണ് വ്യായാമമില്ലാത്ത അവസ്ഥ, പൊണ്ണത്തടി ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനെ നശിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഗവൺമെൻറ് ജോലിക്കാരെ കാണാം, ഒരു ഇരുന്നു കൊണ്ടുള്ള ജോലി തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പം ശരീരം എന്താ പറയുക അനങ്ങാത്തൊരവസ്ഥ. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഉറക്കക്കുറവ് ഒരു വലിയൊരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ മലിനമായ അന്തരീക്ഷം, നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളെ എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വാഹന പുക, ഫാക്ടറിയിൽ നിന്ന്, വീടുകളിൽ നിന്ന്, അങ്ങനെ പല രീതിയിലുള്ള എയർ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. വാട്ടർ പൊല്യൂഷൻ നമുക്കറിയാം. നമുക്ക് പണ്ടൊക്കെ നമ്മൾ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിച്ച ആളുകളാണ്. ഇന്നോ പല വ്യക്തികൾക്കും ഇന്ന് വെള്ളം കോരി കുടിക്കാൻ പേടിയാണ്. കാരണം എന്താണ്? കോളിഫോം ബാക്ടീരിയകളുടെ പ്രശ്നങ്ങൾ. അങ്ങനെ നമുക്കറിയാം എന്താണ് കാരണം എന്നുള്ളത്. അത് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലുള്ള വെള്ളങ്ങൾ കാണുമ്പോൾ തൊട്ടടുത്തുള്ള കിണറ്റിൽ നമ്മൾ വെള്ളം കുടിക്കുമോ? ഇല്ല. പിന്നെ ഏറ്റവും കൂടുതലാണ് പച്ചക്കറികളിലും മറ്റും വരുന്ന കെമിക്കലുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ ശരീരത്തിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സെൽഫോൺ റേഡിയേഷൻ, മൊബൈൽ റേഡിയേഷൻ ആണെങ്കിലും അത് വളരെ നമ്മുടെ ശരീരത്തിനെ, ബ്രെയിനിനെ, നമ്മളെ ഒരു വീട്ടിൽ തന്നെ 4, 5, 6 സിമ്മുകളാണ്, മൊബൈലുകളാണ്. ഇതുകൊണ്ടും നമ്മളെ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മൾ ഇന്ന് നിത്യജീവിതത്തിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇപ്പം മുടി കറുപ്പിക്കുന്ന ഹെയർ ഡൈ, അതോടൊപ്പം തന്നെ നമ്മൾ സൗന്ദര്യവർദ്ധക ഒരുപാട് ലോക്കൽ കമ്പനികളല്ലാത്ത വിലക്കുറവിൽ കിട്ടുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പായിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, ക്രീമുകളായിക്കോട്ടെ, ശാരീരിക സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളെ ശരീരത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മളെ ആരോഗ്യം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, നമ്മളെ കൂടെ എപ്പോഴും നിൽക്കുന്നത്, നമ്മളെ കൂടെ സദാസമയം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ശരീരം മാത്രമാണ്. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വെറും ശവം മാത്രമാണ് നമ്മളെല്ലാ ആളുകളും. അതുവരെ നമ്മളെ വിളിക്കും ജിജീഷ്, ഉബൈദ്, സുബീഷ്, അഭിലാഷ്, അനീഷ്, ആയിഷ. പക്ഷേ ശരീരത്തിൽ നിന്ന് ആ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്നത് ബോഡി, ശവം. അപ്പോൾ നമ്മൾ സ്നേഹിക്കേണ്ടത് ശരിക്കും ആരെയാണ്? നമ്മളിലേക്ക് നോക്കാനാണ് എപ്പോഴും എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും പള്ളികളും ദേവാലയങ്ങളെല്ലാം പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നോക്കാതെ നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് നോക്കൂ എന്നാണ് പറഞ്ഞത്. നമ്മുടെ ദൈവം ഇരിക്കുന്നത് നമ്മളെ ഉള്ളിലാണ്. നമ്മളെ ജീവിത വിജയം ഇരിക്കുന്നത് നമ്മളെ ഉള്ളിലാണ്. എല്ലാം നമ്മളെ ഉള്ളിലാണുള്ളത്. എല്ലാവരും പറയും ഞാനെന്ന് പറഞ്ഞത് അഹങ്കാരമാണ്, നമ്മളെന്ന് പറയണം. ഞാൻ ഒരിക്കലും പറയില്ല. ഞാനെന്നേ പറയാൻ പാടുള്ളൂ. ഞാനെന്ന വ്യക്തിയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയാലേ, അറിയാൻ പറ്റിയാലേ, സംരക്ഷിക്കാൻ പറ്റിയാലേ എനിക്ക് മറ്റുള്ളവരെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും അറിയാനും പറ്റുള്ളൂ. അപ്പം ഇന്ന് നമ്മുടെ കമ്പനി നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ള, ഇന്ന് ലോകത്തിൽ കിട്ടാവുന്ന, നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ കൂടെ 24 മണിക്കൂറും
നമ്മളെ കൂടെ നടക്കുന്ന, നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് കവചപ്രാശം. ഈ കവചപ്രാശം നമ്മൾ സ്വയം നിത്യവും ഉപയോഗിക്കണം എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ ഇപ്പം ഒരു കൈ പൊന്തിക്കണം എന്ന് വിചാരിക്കുമ്പം കൈ പൊന്തിക്കാൻ പറ്റുന്നുണ്ട്. അത് പൊന്തിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. കാരണം അവർ ഈ ശരീരത്തെ നോക്കേണ്ട രീതിയിൽ, നോക്കേണ്ട സമയത്ത് നോക്കാത്തത് കൊണ്ടാണ് ഇന്ന് അവർക്ക് അതിന് പറ്റാത്തത്. ഇപ്പം നമുക്ക് ഓരോ ആളുകൾക്കും നമ്മുടെ ശരീരത്തെ എങ്ങനെ വേണമെങ്കിലും ചലിപ്പിക്കാനും നമ്മൾ എവിടെയെങ്കിലും എത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തിക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ ശരീരത്തിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതിന് രസായനം എന്നാൽ എന്ത്? രസായനം എന്ന പേര് കേട്ടാൽ ശരീരത്തിനും തടിയും തൂക്കവും വർദ്ധിപ്പിക്കാനുള്ള ഔഷധം എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ഇതൊരു മിഥ്യാധാരണ മാത്രമാണ്. അത്തരത്തിലുള്ള രസായനങ്ങൾ കുറവാണ്. എന്നാൽ ശരീരത്തിലെ ദോഷങ്ങളെ ശമിപ്പിച്ച് ആരോഗ്യവും രോഗപ്രതിരോധ ശക്തിയും കൂട്ടി ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുന്നവയാണ് മിക്ക രസായനങ്ങളും. വാർദ്ധക്യാവസ്ഥ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വന്നു ചേരുന്ന ഒന്നല്ല, മറിച്ച് മധ്യവയസ്സ് മുതൽ ക്രമമായി വന്നു ചേരുന്ന ഒരു പ്രതിഭാസമാണ് ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നത്. 40 വയസ്സ് മുതൽ ബുദ്ധിയെയും, 50 വയസ്സ് മുതൽ ത്വക്കിനെയും, 60 വയസ്സ് മുതൽ കണ്ണിനെയും, 70 വയസ്സ് മുതൽ ചെവിയെയും ക്രമേണ വാർദ്ധക്യം ബാധിച്ചു തുടങ്ങും എന്നാണ് ഇതിനെക്കുറിച്ച് പരാമർശം. വാർദ്ധക്യം, മരണം എന്നീ 2 അവസ്ഥകളെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. അതെന്തായാലും വന്നിരിക്കും. എങ്കിൽ പോലും യൗവനകാലത്ത് ചെയ്യുന്ന രസായന പ്രയോഗങ്ങൾ കൊണ്ട് ഇവയെ വൈകിപ്പിക്കാൻ സാധിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. ഞാനും ഇതേ രീതിയിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണോ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്, ആ സമയത്താണ് നമുക്കും തിരിച്ചറിവുണ്ടാവുന്നത്. ശരീരത്തിന് മുഴുവനായി ഗുണം കിട്ടുന്നതിനായി രസായനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ പ്രത്യേക ഭാഗം മാത്രം ഗുണം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന രസായനങ്ങളും ആയുർവേദ ചികിത്സയിലുണ്ട്. ഉദാഹരണം, കണ്ണിന് ഗുണം ചെയ്യുന്ന ത്രിഫല എന്ന് പറയുന്നുണ്ടല്ലോ രസായനം, തലമുടിക്ക് ഗുണം ചെയ്യുന്ന നരസിംഹ രസായനം, ബുദ്ധിക്ക് ഗുണം ചെയ്യുന്ന ബ്രഹ്മി രസായനം. അപ്പോൾ ഇത് ഞാൻ പണ്ട് കാലത്തൊക്കെ പറയുന്നുണ്ടോ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാനിപ്പം ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് മനസ്സിലാകുന്നത്. ഇന്ന് പല ആളുകളും ജനിച്ച കുട്ടികൾക്ക് തേനും വയമ്പും സ്വർണം തൊട്ട് നാവിൽ തേക്കുന്ന ഒരു ഇതുണ്ട്. അതൊരു രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഒരു വലിയൊരു അറിവ് തന്നെയാണ് പൂർവികരായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആരൊക്കെയാണ് നമ്മുടെ ഈ കവചപ്രാശം ഉപയോഗിക്കേണ്ടത്? നമ്മളെല്ലാ ആളുകളും ഉപയോഗിക്കണം. എല്ലാ ആളുകളും ഉപയോഗിക്കണം. രോഗപ്രതിരോധ ശേഷി ആർക്കാണോ കുറവ്, ക്ഷീണം, മന്ദത, ഒരു ഉഷാറില്ലാത്ത ആളുകൾ, എല്ലാ ആളുകളുടെയും അവസ്ഥ തന്നെയാണ്. അപ്പം എല്ലാ ആളുകളും നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് കവചപ്രാശം. പോഷക സമൃദ്ധമായിട്ടുള്ള ഔഷധങ്ങളുടെയും ധാതുക്കളുടെയും സമ്പന്നമായിട്ടുള്ള മിശ്രിതം, അല്ലെങ്കിൽ സമ്പന്നമായിട്ടൊരു ആയുർവേദ ഹെൽത്ത് സപ്ലിമെൻ്റ് ആണ് നമ്മുടെ കവചപ്രാശം. അപ്പം ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യം നമ്മളിത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. കുട്ടിക്കാലം മുതൽ പൂർണ്ണമായ പ്രതിരോധശേഷി നൽകുന്നതിന് ഈ ഒരു കവചപ്രാശം, അത് കുട്ടികൾക്ക് നിർബന്ധമായിട്ടും നൽകേണ്ട ഒരു ഉൽപ്പന്നമാണ് കവചപ്രാശം. മിക്കവാറും എല്ലാ അവയവങ്ങളിലും ആവാസ വ്യവസ്ഥയെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ, കണ്ടൻറ്റുകൾ ഈ കവചപ്രാശത്തിലുണ്ട്. നെഞ്ചുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, ആവർത്തിച്ചുള്ള തൊണ്ടയിലെ അണുബാധകൾക്കും അത്യുത്തമമാണ് കവചപ്രാശം. ഇന്ന് ഈ സീസണിൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് തൊണ്ടവേദന, ശ്വാസം മുട്ട്, ജലദോഷം, പനി, തുമ്മൽ പോലുള്ള പ്രശ്നങ്ങൾ. അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്തല്ല ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങളായിട്ട് എല്ലാ ദിവസത്തിലും ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റാണ്. കാരണം 3 കാലങ്ങളാണ് അല്ലേ? മഞ്ഞുകാലം, മഴക്കാലം, വേനൽക്കാലം, ഇങ്ങനെ 4 ഘട്ടങ്ങളായിട്ടാണ് നമ്മളെ പ്രകൃതിയിൽ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് കവചപ്രാശം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. പനി, തലവേദന എന്നിവയ്ക്കൊക്കെ സംരക്ഷിക്കാൻ, പനിയും തലവേദനയും ജലദോഷമൊക്കെ വരേണ്ടതാണ്. അതിൽ നിന്ന് നമ്മളെ ഒരുപാട്
ബാക്ടീരിയകൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് ബാക്ടീരിയകൾ ഭക്ഷണത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇതിനൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഫ്ലഷ് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് കവചപ്രാശം. സമ്മർദ്ദം നിയന്ത്രിക്കാനൊക്കെ ഒരുപാട് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് 6 വയസ്സെന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 15-18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഒരു ബോട്ടിൽ ഒരു മാസത്തേക്ക് രാവിലെയും വൈകിട്ടും ഓരോ സ്പൂണ് വീതം. മുതിർന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 18 വയസ്സിനുള്ള മുകളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഒരു 2 ബോട്ടിൽ വലിയ സ്പൂണ് രാവിലെയും വൈകിട്ടും കഴിക്കുകയാണ്. പാലിൽ കഴിക്കുന്നതാണ് അത്യുത്തമമാണ് എന്ന് പറയുന്നത്. ശരിക്കും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 ദിവസം തുടർച്ചയായി പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പൂർണ്ണ ആരോഗ്യവാനായിരിക്കും. ശരീരത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും 100% റിസൾട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഗൂഗിളിലും മറ്റ് ശാസ്ത്ര കാര്യങ്ങളിലൊക്കെ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലുള്ള ചേരുവകൾ എന്തൊക്കെയാണ്? ഇതിൽ ഒരുപാട് ചേരുവകൾ ഇതിലുണ്ട്. അതിൽ നെല്ലിക്ക അല്ലേ, ദിവസം നെല്ലിക്ക കഴിച്ച് കിട്ടുന്ന ഗുണം നമുക്ക് എത്ര ഇഞ്ച് നെല്ലിക്ക വാങ്ങി കഴിക്കാൻ പറ്റും. ജലദോഷം ഒഴിവാക്കാൻ ഇത് സഹായിക്കും, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും, ഹൃദയരോഗത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും, ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും അനാവശ്യ കൊഴുപ്പ് എരിച്ചു കളയാൻ ദഹനപ്രക്രിയ സഹായിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളാണ് നെല്ലിക്കയിൽ ഉള്ളത് അല്ലേ. വിറ്റാമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ബി, ഇരുമ്പ്, കാൽസ്യം എന്നിവ നെല്ലിക്കയിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടോട്ടൽ ശരീരത്തെ പ്രതിരോധ ശക്തി ബാലൻസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരുപാട് എന്താ പറയുക, ശരിക്കും കവചപ്രാശനെ കുറിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: എന്താണ് കവചപ്രാശം? ശരീരത്തിനൊരു കവചമായി പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ സപ്ലിമെൻ്റാണ് കവചപ്രാശം. ഈ സപ്ലിമെൻ്റ് എങ്ങനെയാണ് എടുക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഇത് തുടർച്ചയായി കഴിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ഇത് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും മാനസിക ശക്തി വർദ്ധിപ്പിക്കാനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഈ സപ്ലിമെൻ്റ് കുട്ടികൾക്ക് അനുയോജ്യമാണോ? അതെ, ഇത് കുട്ടികൾക്കും ഉള്ള ഒരു സ്പെഷ്യലിസ്റ്റാണ്. അവരുടെ മൊത്തത്തിലുള്ള വളർച്ചയെയും ആരോഗ്യത്തെയും പിന്തുണയ്ക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഓണഞ്ഞോൺ കവചപ്രാശം? അമലയുടെ പ്രധാന നേട്ടം എന്താണ്? ഇതിനകത്ത് നെല്ലിക്കയുടെ പ്രധാന നേട്ടം എന്താണല്ലേ? പ്രതിരോധശക്തി വർദ്ധിപ്പിക്കാനും ആവർത്തിച്ചുള്ള അണുബാധ തടയാനും സഹായിക്കുന്നു. കവചപ്രാശത്തിൽ പാല് ശുപാർശ ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇതിൻ്റെ ഗുണം വർദ്ധിപ്പിക്കാൻ പാല് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് രോഗപ്രതിരോധശേഷി സംവിധാനത്തെ പിന്തുണയ്ക്കുന്നത്? പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഗുണങ്ങൾക്ക് പേരുകെട്ട അമ്ല, ശതാവരി തുടങ്ങിയ ചേരുവകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതായത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുള്ളത് 30-ലധികം ഇൻഗ്രീഡിയൻസ് ആണ്. ഇതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മൾ ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പം ഇത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലോകോത്തര ഗുണമേന്മയ്ക്കുള്ള അംഗീകാരമായിട്ടുള്ള ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ചവനപ്രാശമാണ് കവചപ്രാശം എന്ന് പറഞ്ഞ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ദിവ്യ ഔഷധം. അപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ, ചർമ്മത്തിലെ ചുളിവുകളും നവോന്മേഷം നൽകാനും ദഹനപ്രക്രിയ സുഗമമാക്കുവാനും നെല്ലിക്കയ്ക്ക് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ ഇപ്പം എന്താ പറയുക, അമുക്കുരം, ഇത് എന്താ പറയുക, ഇമ്മ്യൂണിറ്റി, ഹെയർ, സ്കിൻ, ഇതിനൊക്കെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. വാദസംബന്ധമായിട്ടുള്ള, കഫസംബന്ധമായിട്ടുള്ള, പനി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വെള്ളപ്പാണ്ട് പോലുള്ള പ്രശ്നങ്ങൾ, ആമവാദം പോലുള്ള പ്രശ്നങ്ങൾ, സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപ്പൊക്ക് പോലുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ സംരക്ഷിക്കാൻ ഈ അമുക്കുരം, അശ്വഗന്ധയ്ക്ക് ഒരുപാട് കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പം അടുത്തതാണ് കുറുന്തോട്ടി. നമുക്കിത് കാടാണ്. ഇതൊക്കെ നമുക്കൊരു കാടാണ്. നമ്മളെ നാട്ടിൽ നമ്മൾ വലിച്ചെറിയുന്ന ഓരോ സാധനങ്ങൾ. ഇത് നമ്മുടെ നാഡീ സംബന്ധമായ ആരോഗ്യത്തിന് കുറുന്തോട്ടി അത്യുത്തമമാണ്. മൈഗ്രെയിൻ, തലവേദന പോലുള്ള രോഗങ്ങളിൽ നിന്നും മോചനം നൽകുന്നു. നമ്മളെ എപ്പോഴും ഒരു എനർജറ്റിക് ആയിട്ട് നിലനിർത്താൻ ഈ ഒരു ഇതിന് സാധിക്കുന്നുണ്ട്. പല്ലുവേദന പോലുള്ള അതിന് പല്ലിൻ്റെ സംരക്ഷണത്തിനൊക്കെ ഈ കുറുന്തോട്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ശതാവരി
സസ്യങ്ങളുടെ റാണി എന്നാണ് പറയുന്നത്. ശരീരഭാരം കുറയ്ക്കാനും ഇത് പ്രീബയോട്ടിക് ആയി പ്രവർത്തിക്കുന്നു. കുടലിലെ നല്ല ബാക്ടീരിയകളെ പോഷിപ്പിക്കുന്നു. കുടലിലെ നല്ല ബാക്ടീരിയകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. അതായത് ഇത് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നമ്മുടെ എന്താ പറയുക ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഗുണങ്ങളെ ആണ് ഇതിന് ഏറ്റവും കൂടുതൽ. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് ഗുണങ്ങളാണ്. സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷി, ആരോഗ്യം മെച്ചപ്പെടുത്താനും വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകുന്നത് തടയാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇതൊരു ആൻറ്റി ഏജിങ് ആണ്. നമ്മുടെ പ്രായത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു. വിഷാദ രോഗങ്ങളിൽ നിന്നും ഹോർമോൺ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ദഹന ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ഉറക്കത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നു. അസ്ഥികളുടെ ഒരു ആരോഗ്യം, മൊത്തത്തിലുള്ള ചൈതന്യം വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മുറിവ് ഉണക്കാൻ, കരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെയാണ് കൂവളം. കൂവളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറെ ഔഷധ മൂല്യമുള്ള ഒരു വൃക്ഷമാണ് കൂവളം. ശിവൻ്റെ ഇഷ്ടവൃക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ്, കൂവളത്തിൻ്റെ ഇല, വേര്, ഫലം എന്നിവയ്ക്ക് ആൻറ്റിബയോട്ടിക് ഗുണങ്ങളാണ് പരീക്ഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. കഫം, വാദം, ചുമ, പ്രമേഹം, അതിസാരം എന്നിവയ്ക്കൊക്കെ അത്യുത്തമമാണ് ഈ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റാണ് കുങ്കുമപ്പൂവ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ കുങ്കുമപ്പൂ പലതരം പ്രതിരോധവും ചികിത്സയും ഫലപ്രദമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. കുങ്കുമപ്പൂവിൻ്റെ അതിൻ്റെ ഘടകങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ എന്താ പറയുക അതുപോലെ തന്നെ രക്തപ്രവാഹത്തിന്, വീക്കം, ഹൃദയത്തിൻ്റെ വീക്കം, ഹൃദയ സംബന്ധമായിട്ടുള്ള അപകട സാധ്യതകളൊക്കെ തരണം ചെയ്യാൻ ഈ കുങ്കുമപ്പൂവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇതിനെ ചുവന്ന സ്വർണം എന്ന് വിളിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതും ആവശ്യപ്പെടുന്നതായ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണ് കുങ്കുമപ്പൂവ്. ഊർജ്ജസ്വലരായിരിക്കാൻ എന്താ പറയുക, എണ്ണമറ്റ ആരോഗ്യ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അതായത് കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. പ്രതിരോധ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നു. മാനസികാവസ്ഥയും മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ, കണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന്, ഹൃദയ സംബന്ധമായ ആരോഗ്യങ്ങളെ സംരക്ഷിച്ച് രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും എന്നിങ്ങനെയൊക്കെ എന്താണ് നമ്മുടെ കുങ്കുമപ്പൂവ് നമ്മളെ സഹായിക്കുന്നു. അടുത്ത എന്താണ്, ബ്രഹ്മി നമുക്കറിയാം. ബ്രഹ്മീൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ പറയും കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്കും അല്ലേ, ബുദ്ധിശക്തിക്കും ഒക്കെ ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഹൃദയത്തെ, വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രമേഹം, ക്യാൻസർ, ദഹന പ്രശ്നങ്ങൾ എന്നിവയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ഫ്രീ റാഡിക്കലുകളെ ഉണ്ടാകുന്നതിന് തടയുന്നു. അതായത് നമ്മൾ ക്യാൻസർ സെല്ലുകളെ ഇല്ലായ്മ ചെയ്യാൻ ഈ ഒരു ചേരുവയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കുട്ടികളിലെ പഠനത്തിന് അസ്വസ്ഥ പോലുള്ള പ്രശ്നങ്ങൾ, അത് കുട്ടികൾക്കുള്ള മന്ദത പോലുള്ള പ്രശ്നങ്ങൾ, ആവേശം, ശ്രദ്ധക്കുറവ്, ആത്മസംബന്ധമായിട്ടുള്ള, അതായത് ആത്മീയമായിട്ടുള്ള, അതായത് നമ്മളെ ഫോക്കസ് ചെയ്യാനൊക്കെ നമ്മളെ ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേരുവയാണ്. യുവത്വം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാര്യം. അപ്പോൾ കവചപ്രാശം എന്തിന് നമ്മൾ ഉപയോഗിക്കണം, ആരുപയോഗിക്കണം? നമ്മൾ ഓരോ ആളുകൾ ഉപയോഗിക്കണം, രാവിലെയും വൈകുന്നേരവും. എന്തിന്? നമ്മൾ കൊണ്ടു നടക്കേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മളെ ഈ ആരോഗ്യമില്ലെങ്കിൽ, ഇപ്പോൾ ഈ മോണിമെൻറ്റിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ നാളെ, അല്ല ഞാനെന്ന വ്യക്തി നാളെ മുതൽ ഇതിൽ കയറില്ല, ഇതിൽ ആൾക്കാരെ കാണൂല. അതുപോലെയാണ് നമ്മളെ ആത്മാവ്, നമ്മുടെ ജീവൻ നമ്മുടെ ഈ ശരീരത്തിലാണ് കുടികൊള്ളുന്നത്. അപ്പോൾ ഈ ശരീരത്തിനെ നമ്മൾ കൃത്യമായിട്ടുള്ള വെള്ളം, എത്ര ലിറ്റർ വെള്ളം കൊടുക്കണം, നേരത്തിന് ഭക്ഷണം കൊടുക്കണം, കൃത്യമായിട്ടുള്ള വ്യായാമം കൊടുക്കണം, കൃത്യമായിട്ടുള്ള പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം. ഇതൊക്കെ കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾക്കോ ഭാര്യയ്ക്കോ നാട്ടുകാർക്കോ അല്ല, നമ്മൾക്കാണ്. നമുക്കൊന്നിനും സമയമില്ല. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 40ൻ്റെ മുമ്പേ എങ്ങനെയാണോ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ സംരക്ഷിക്കുന്നത്, അപ്പോൾ 40 കഴിഞ്ഞാൽ ഓരോ 10 വർഷത്തിലും ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അറിയാം, അസുഖങ്ങൾ തുടങ്ങുന്നത് എപ്പോഴാണ്?
40 വയസ്സിന് ശേഷമാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ അച്ഛനമ്മമാർ നമ്മളെ സംരക്ഷിക്കുന്നു ഒരു 10, 12, 18 വയസ്സ് വരെ, 12 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫാസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, നാവിന് രുചിയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിന്തിക്കുക, ഒരു ഭാഗത്ത് ഒരു ത്രാസിൽ നമ്മൾ എന്തൊക്കെ ഇടുന്നോ അപ്പുറത്ത് അത് തൂക്കാൻ വേണ്ടി റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നാളെ നമ്മൾ അനുഭവിക്കും. മുബീൻ സാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പ്രകൃതിയിലേക്ക് നിങ്ങൾ എന്താണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനുള്ള ഫലം വാങ്ങാതെ, അതിനുള്ള പ്രതിഫലം വാങ്ങാതെ നിങ്ങൾ ഇവിടുന്ന് പോവില്ല. സത്യമാണ്. നിങ്ങളെ ശരീരം, നമുക്ക് ഏറ്റവും വലുത് ശരീരമാണ്, സമ്പത്തോ മറ്റു കാര്യങ്ങളോ ഒന്നല്ല. ഈ ശരീരം ഇല്ലെങ്കിൽ എന്ത് കാര്യം? നമുക്ക് നല്ല ആരോഗ്യമുണ്ട് അല്ലേ? നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ആരോഗ്യം ഇല്ലെങ്കിൽ എന്ത് കാര്യം? ഇപ്പം എന്താ പറയുക, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ ഒരുപാട് വർക്കൊക്കെ ചെയ്ത് ആരോഗ്യം നോക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നുമില്ല. നമ്മളൊരു ബെൻസ് വാങ്ങി, പക്ഷേ ബെൻസ് ഓടിക്കാനുള്ള കാഴ്ചയില്ല, ആരോഗ്യമില്ലെങ്കിൽ ബെൻസ് കൊണ്ട് എന്ത് കാര്യം? നമ്മൾ ശരീരം ഒന്നും നോക്കിയില്ല, ഒരു 5000, 10,000 സ്ക്വയർ ഫീറ്റ് വീട് വാങ്ങി വീട്ടിൻ്റെ കൊലായിലിരിക്കുകയാണ്, മറ്റുള്ള അകത്തേക്കൊന്നും നടക്കാനുള്ള ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ഈ വീട് കൊണ്ട് എന്ത് കാര്യം? അപ്പോൾ നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം വേണ്ടത് എന്താണ്? നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓരോ ദിവസവും വ്യായാമത്തിനും പോഷക സമൃദ്ധമായിട്ടുള്ള ആവശ്യത്തിന് ആഹാരം കഴിക്കുക. ആവശ്യത്തിന് ആഹാരം കഴിക്കുക. വയറ് നിറയാൻ വേണ്ടി ആഹാരം കഴിക്കരുത്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ കഴിക്കരുത്. അവനവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നിർബന്ധമായിട്ടും എല്ലാ ആളുകളും കവചപ്രാശം രാവിലെയും വൈകിട്ടും കഴിക്കുക. എന്നിട്ട് മറ്റുള്ളവരോട് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, കമ്മിറ്റ്മെൻറ്റ്, ഡ്യൂപ്ലിക്കേഷൻ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ല, ഇതിപ്പം അത് ഞാൻ ഇട്ടുന്നുള്ളൂ. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഗോവ ട്രിപ്പ്. അപ്പോൾ ഗോവ ട്രിപ്പിന് വൈഫിനെ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലേക്ക് നമുക്കെന്തായാലും പോകും. അപ്പം കവചപ്രാശം ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആരാ കഴിക്കേണ്ടത്? സെക്കീന മേഡം, ഉബൈ സാർ, ഇതല്ല ഞാനാ കഴിക്കേണ്ടത്. മറ്റുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ എന്ത് വേണോ, നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കണ്ട, മറ്റുള്ള കൊണ്ട് ഉപയോഗിച്ചാൽ മതി. പക്ഷേ നമ്മളങ്ങനെയല്ല. ഞാനിപ്പം പഞ്ചസാര ഉപയോഗിക്കാറില്ല, പാൽ ഉപയോഗിക്കാറില്ല. എനിക്ക് ധൈര്യമായിട്ട് ഷുഗർ പേഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ട് പറയാം, സാറേ പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല, പാൽ ഉപയോഗിക്കാൻ പാടില്ല. എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം എന്താ പറയുക, ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. ഞാൻ പക്ക കട്ടൻ ചായ കുടിക്കും. എനിക്ക് ഇഷ്ടമല്ല കട്ടൻ ചായ കുടിക്കുന്നത്. എനിക്ക് പാൽ കാണുന്ന നല്ല അടിപൊളി പഞ്ചസാര ഇട്ടിട്ട് കുടിക്കുന്നത് എനിക്കിഷ്ടം. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ധൈര്യമായിട്ടുള്ളവരോട് പറയാം, ചങ്കുറ്റത്തോടു കൂടി പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ വിറ്റത് കവചപ്രാശ. കഴിഞ്ഞ വില കൂടുന്നതിന് മുമ്പേ, ഈ വിലയല്ല, കഴിഞ്ഞ 800 നിന്ന് 890 ആവുന്ന സമയത്ത് ഞാൻ 500 കവചപ്രാശം എടുത്ത്. 500 കവചപ്രാശം എൻ്റെ അടുത്ത് ഒരൊറ്റൊന്നുമില്ല. അവസാനത്തെ 3 ബോട്ടിൽ ഇപ്പം മോളും വൈഫും എന്താ പറയുക ഭാര്യയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാരാ കഴിക്കേണ്ടത്? അവനവനെ നമ്മൾ കഴിക്കുക. അപ്പോൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? നമ്മൾ ഭർത്താവിനെയാണോ മക്കളെയാണോ? നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഫോട്ടോ എടുത്ത് നമ്മൾ ആരെയാണ് നോക്കുക? ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നമ്മൾ ആരെയാണ് നോക്കുക? എൻ്റെ മോളാണല്ലോ, അതാണോ നോക്കുക? അല്ലാന്ന്, നമ്മൾ നമ്മളെ നോക്കുക. പറയുമ്പോൾ ഭയങ്കര കാര്യം, എൻ്റെ മോള് നമുക്ക് അറിവുണ്ട്, തിരിച്ചറിവില്ല. അറിവുണ്ട്, തിരിച്ചറിവില്ല. നമ്മൾ ഈ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് അവിടെ മോളുണ്ടോ മോനുണ്ടോ ഭാര്യയുണ്ടോ, ഇത് നിന്നാൽ കഴിഞ്ഞ് 4 ദിവസം ഉണ്ടാവും. ചിത്രം കൊത്താൻ പാടുള്ളൂ. അപ്പൊ ആദ്യം വേണ്ട എന്താ, ആദ്യം പ്ലാന് കൊടുക്കേണ്ടത് നമ്മക്കാ. ഏത്? ആദ്യം പ്ലാന് കൊടുക്കേണ്ടത് നമ്മക്കാ. നമ്മളെ പ്ലാൻ അറിയണം. ഹാർട്ട്, ലിവർ, ഇതുപോലുള്ള സാധനങ്ങൾ എന്താണെന്നോ, ഇതിനെങ്ങനെ സംരക്ഷിക്കണോ, ഇതിനെന്ത് ഭക്ഷണം കൊടുക്കണമെന്നോ, ആൻറ്റി ഓക്സിഡൻ്റ് പ്രശ്നം നമ്മുടെ ശരീരത്തിൽ കുറവുണ്ടോ, നമുക്ക് എന്താണ് നമ്മുടെ ബ്ലഡ് 6 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക, നമുക്ക് എന്താണ് കുറവ്, അപ്പോൾ നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. ഇതാണ് വേണ്ടത്.
നമ്മളെ കമ്പനി നമ്മളോട് പറയുന്നത് എന്താ, നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചിട്ട് അതിനാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രശ്നങ്ങൾ മനസ്സിലാവും. വ്യായാമം അത്യാവശ്യമാണ്, വെള്ളം അത്യാവശ്യമാണ്, ഭക്ഷണം അത്യാവശ്യമാണ്, ഉറക്കം അത്യാവശ്യമാണ്, റെസ്റ്റ് അത്യാവശ്യമാണ്, സമ്പത്തും അത്യാവശ്യമാണ്. ശരീര സമ്പത്ത് ചോദിക്കുന്നില്ല, പക്ഷെ ഇന്ന് സമ്പത്തില്ലെങ്കിൽ ഇപ്പോൾ കവചപ്രാശം വാങ്ങി കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മളെ മുമ്പിലിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഗോവ ട്രിപ്പ്, ഒന്ന് തായ്ലൻഡ് ട്രിപ്പ്. ഇതൊക്കെ നമ്മളെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സുബീസാണ് നമുക്ക് തരുന്ന വലിയൊരു റെക്കഗ്നേഷൻ. അതായത് സ്റ്റാർ, റൂബി മുതൽ അങ്ങോട്ട് എല്ലാ റാങ്കിലുള്ള ആളുകൾക്കും വിത്ത് ട്രോഫി അംഗീകാരങ്ങൾ നൽകുന്നുണ്ട്. ഇത് നമുക്ക് വേറെ എവിടുന്നും കിട്ടുമോ? അച്ചീവേഴ്സിന് വെച്ചാൽ പണിയെടുക്കുന്നവന്, പ്രവർത്തിക്കുന്നവന് മാത്രമേ ഉള്ളൂ. നമുക്കെല്ലാ ആളുകൾക്കുള്ള പ്രശ്നമാണ് മടി, മാറ്റി വെക്കലൊക്കെ. എനിക്കുമുണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ വരുന്ന ഫെബ്രുവരി 19-നാണ് നമ്മളെ വെലോസിറ്റി സീസൺ 2 പ്രോഗ്രാം വരുന്നത്. അതിലേക്കൊരു നല്ല ഒരു വിന്നറായിട്ട് മാറുക, നെക്സസ് പ്രോഗ്രാമിലേക്ക്. ഇതിനൊക്കെ ആര് സഹായിക്കും? നിങ്ങൾ ചിന്തിക്കുക. ഇപ്പം നമ്മളെ മുമ്പിലൊരു ഗോവ കോൺടെസ്റ്റ് നടക്കുകയാണ്, എനിക്ക് വിൻ ചെയ്യണം. നമ്മൾ ടീമും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ എന്താ ഒരു 50 ആൾക്കാരെ ലിസ്റ്റ് ഇടുക. നമ്മളെ വേണ്ടപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ഒരു 50 ആൾക്കാർ, അത് കുട്ടികളായിക്കോട്ടെ ആരായിക്കോട്ടെ, നമുക്കിതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മളെന്താക്കണം? നമ്മളെ വേണ്ടപ്പെട്ട ഒരു 50 ആൾക്കാരെ ലിസ്റ്റ് എഴുതുക. 50 ആൾക്കാർക്ക് നമുക്ക് 979 നമുക്ക് കവചപ്രാശം കിട്ടുന്നത്. നിങ്ങൾ അതിൻ്റെ 1424 രൂപ അതിന് MRP ഇടുന്നുണ്ട്. അതിൻ്റെ ലാഭം നിങ്ങൾ കണക്കാക്കുക. പക്ഷേ ഒരു ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 3 ബോട്ടിൽ വേണം 3 മാസത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു 50 കുട്ടികളുള്ള ആളുകളുടെ ലിസ്റ്റ് ചെയ്തുക. ആടെ പോയിരിക്കുക, പേടിപ്പിക്കുക, വേറെ ഒന്നുമില്ല. പേടിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടി പുറത്തേക്ക് പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്ത് കിട്ടുന്നുണ്ട്, കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എന്താക്കുക, പറഞ്ഞ് അങ്ങോട്ട് കാര്യങ്ങൾ പറയുമ്പോൾ പേടിയാവും. നിങ്ങൾ കണ്ടിരിക്കുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ടാണെങ്കിൽ മറ്റു കാര്യങ്ങളാണ്. നമ്മൾ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്താ അറിയോ? അത് കേൾക്കാനും പേടിയാണ്, ചെയ്യാനും മടിയാണ്. എല്ലാവരും യാഥാർത്ഥ്യങ്ങൾ ആരെ മുഖത്ത് നോക്കി, ഏറ്റവും നല്ല സുഹൃത്താരാ? ഉള്ളത് മുഖത്ത് നോക്കി പറയുന്ന ആളാണ്. പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടമല്ല. സത്യ, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, നമുക്ക് ഒളിവും മറവൊന്നുമില്ല. നമ്മളുള്ളത് എന്താക്കുക, ആ വ്യക്തിയോട് മുഖത്ത് നോക്കി പറയും. അങ്ങനെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. പക്ഷേ എൻ്റെ മിത്രങ്ങളാണ് കേട്ടോ അവരെല്ലാവരും എൻ്റെ സ്വന്തമാണ്. പക്ഷേ അവർക്ക് ഞാൻ ശത്രുവാണ്. കാരണം എന്താ? ഞാൻ അവരോടെ മുഖത്ത് നോക്കി പറയുള്ളൂ. എടാ ഇങ്ങനെ പോയാൽ ശരിയാകട്ടോ, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, എടാ ഇങ്ങനെ ആക്കരുത് കേട്ടോ. അത് ഞാൻ പറയുന്നത് എനിക്ക് അവർ അത്ര ഇഷ്ടമായതിനെ കൊണ്ട് അവർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണുള്ളത് കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും. പക്ഷേ എന്താണ്, എൻ്റെ കുടുംബത്തിലും എൻ്റെ സുഹൃത്തുക്കളിലും എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളാണ്. എനിക്കല്ല, ഞാൻ ശത്രുവാണ് അവർക്ക്. കാരണം എന്താ? ഞാൻ പറയുന്നവർക്ക് പറ്റില്ല. ഉള്ളത് മുഖത്തേക്ക് പറയാം, വളഞ്ഞു മൂക്കടിക്കണ്ടല്ലോ. അതുപോലെ നിങ്ങൾ എന്താക്കുക, 50 ആൾക്കാരെ ലിസ്റ്റ് എഴുതുക. ഈ 50 ആൾക്കാർക്ക് 3 കവചപ്രാശം വീതം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൂറ് പോവാം. അതും ലിസ്റ്റ് ഇടുക. ഇനിയിപ്പോൾ എത്ര ദിവസമുണ്ട്? 15 ദിവസം ഉണ്ടോ? 3 ദിവസം കൊണ്ട് 10 ആൾക്കാരെ കാണുക, 30 കവചപ്രാശം വിൽക്കുക. അടുത്ത 3 ദിവസം, അപ്പോൾ 6 ദിവസം കൊണ്ട് എന്താക്കുക, 60 കവചപ്രാശം 20 ആൾക്കാരെ കാണുക. ഇങ്ങനെ കൃത്യമായിട്ടും പ്ലാൻ ചെയ്തിട്ടായിരിക്കണം നമ്മൾ മുമ്പോട്ട് പോകണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ 100% ഉറപ്പാണ്. ഈ കവചപ്രാശം 50 ആൾക്കാർ കൊടുത്താൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഈ 50-ൽ കുറച്ച് ആളുകൾ വന്ന് നിങ്ങളെ തായ്ലൻഡിലും കൊണ്ടുപോകും. ഗ്യാരണ്ടിയാണ്. ഈ പ്രകൃതിയിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് എന്താണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. കവചപ്രാശം നമ്മൾ ഓരോ ആളുകൾ ഉപയോഗിച്ചേ പറ്റും. ഉപയോഗിക്കണം, നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഈ ആരോഗ്യം നിങ്ങളെ കൂടെ നിൽക്കണോ, ഈ ശരീരം നിങ്ങളെ കൂടെ നിൽക്കണോ, അല്ലെങ്കിൽ ശവമായി പോകും കേട്ടോ. അല്ലേ, നമ്മൾ തന്നെയല്ലേ വിളിക്കുന്നത് അങ്ങനെ പല ആൾക്കാരെയും. അപ്പം നമ്മളെ മറ്റുള്ളവർക്ക് വിളിച്ചൂടെ? വിളിക്കും. ഇന്ന് നിങ്ങൾ ചിന്തിക്കുക, വാക്സിൻ അടിച്ച ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കവചപ്രാശം, ഫൈസ്ട്രസ്, വെൽഹാർട്ട് ഉപയോഗിച്ചേ പറ്റൂ. ഇന്ത്യൻ സാഹചര്യം, ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഞരമ്പുകളൊക്കെ ചുരുങ്ങിയിട്ടാണ്. ഇപ്പോൾ ഈ വാക്സിൻ അടിച്ചപ്പോൾ എന്താക്കാണ്, ഞരമ്പുകൾ ചുരുങ്ങുകയാണ് പിന്നെയും.
എല്ലാ ആളുകൾക്കും ഉണ്ട്. ആ ചുരുക്കം സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, കവചപ്രാശം നിങ്ങൾ എന്താക്കുക, ജീവിതത്തിൽ അത് കവചം പോലെ എന്ന് പറഞ്ഞില്ലേ, കർണൻ്റെ കവചകുണ്ടലം പോലെ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും കവചപ്രാശം നിങ്ങൾ ഉപയോഗിക്കുന്ന ബോട്ടിൽ നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. രാവിലെയും വൈകുന്നേരം നിർബന്ധമായിട്ട് കഴിക്കണം. മക്കൾക്ക് അത് ശീലം ഉണ്ടാകണം. പല അമ്മമാരും അച്ഛന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മക്കൾക്ക് പറ്റൂല, ഒരിറക്കൂല. ഈ ഓരോ ഇറക്കൂല എന്ന് ഇറക്കിപ്പിക്കലല്ലേ. 10 പ്രാവശ്യം ഇറപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായിക്കോളും അച്ഛനും അമ്മയും ചീത്ത പറയുന്നുള്ളത്. മക്കളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത്. നമ്മളെ പണ്ടൊക്കെ സ്ത്രീകൾക്കൊക്കെ കഷായം കലക്കി കൊടുത്തിരുന്നു. കുടിക്കൂല, എന്നാലും കുടിച്ചിരിക്കണം. ഇന്ന് കുടിക്കുകയോ? അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് പുറമെന്ന് കിട്ടാനില്ല. നമ്മളെ നിലവിലുള്ള രോഗങ്ങളെ മാറ്റാനൊന്നും നമുക്ക് പറ്റൂല. രോഗം ഉണ്ടാക്കുന്ന കാരണം മാറ്റാൻ പറ്റൂല. പക്ഷേ നമ്മൾ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റും. അത് നമ്മളെ കവചപ്രാശം മാത്രം മതി. അപ്പോൾ എല്ലാ ആളുകൾക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. ഞാനിന്ന് ഈ പ്രൊഡക്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടി. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് പോസ്റ്റുകളിലൂടെ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ആരോഗ്യത്തിന് നോക്കും. കാരണം 46 കാരണം എന്താ, 46 വയസ്സ് വരെ ഞാൻ ആരോഗ്യത്തിനോട് ചെയ്ത് ഞാൻ എന്തായാലും അനുഭവിക്കും. എന്നാൽ ഇപ്പോൾ ഇവിടെ 18ഉം 20ഉം 30ഉം വയസ്സുള്ള ആൾക്കാരുണ്ട്. 10 കൊല്ലം കൂടെ നിങ്ങളെടുത്ത്, 30 ആണെങ്കിൽ 10 കൊല്ലം കൂടെ ഉണ്ട്. നിങ്ങളെ 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെ, 50 വയസ്സ് മുതൽ 60 വയസ്സ് വരെ, 60 മുതൽ 70 വരെ നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഈ 10 കൊല്ലം തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഓരോ ആളുകൾക്കും വിജയാശംസകൾ നടന്നുകൊണ്ട് ഓക്കെ, താങ്ക് യു.